നമസ്കാരം. കേരളത്തിൽ വി.ഡി. സതീശൻ സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും അഭിനന്ദനീയമായതും ശ്രദ്ധേയമായതുമായി തോന്നിയ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടത്തിയൊരു പ്രഖ്യാപനമാണ്. ആർത്തവ സമയത്ത് 3 ദിവസം വരെ വിദ്യാർത്ഥിനികൾക്ക് അവധി നൽകും എന്ന പ്രഖ്യാപനം. മുന്നോട്ട് സഞ്ചരിക്കുന്ന സമൂഹം അനിവാര്യമായി സ്വീകരിക്കേണ്ട നടപടി. ആർത്തവം ഒരു ശാരീരിക പ്രക്രിയയാണ്. എന്നാൽ അതെന്തോ മോശപ്പെട്ട സംഗതിയാണ് എന്നും ചുറ്റുമുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കേണ്ട ഒന്നാണ് എന്നും നാണക്കേടാണ് എന്നും വരുത്തി തീർത്ത് അത് വഹിക്കുന്ന ശരീരം, അതായത് സ്ത്രീ ആകെ തന്നെ 2ാം തരം പൗരയാണ് എന്നുമുള്ള നരേറ്റീവ് പ്രാകൃത മതബോധന കാലത്തിൻ്റെ അവശേഷിപ്പാണ്. ഇപ്പോഴും അതിൽ കുടുംബങ്ങളുടെ ആഭ്യന്തര ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു സർക്കാർ നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ പൊതുമധ്യത്തിൽ നോർമലൈസ് ചെയ്യാൻ ഇടപെടേണ്ടതുണ്ട്. അതാണ് വി.ഡി. സർക്കാർ ചെയ്തത്. അതിനെ തുരങ്കം വെക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആൺകോയ്മയുടെയും അനാചാരങ്ങളുടെയും വക്താക്കൾ പതിവ് പോലെ രംഗത്തിറങ്ങി എന്നതുകൂടിയാണ് ഒരു വലിയ പ്രത്യേകത. പരസ്യമായി പറഞ്ഞാൽ ഇമേജ് പോകുമെന്ന് കരുതി പലരും മിണ്ടാതിരുന്നപ്പോൾ ചിലരൊക്കെ അത് വിളിച്ചു പറഞ്ഞ് ആസ്വദിച്ചു. 3 അഭിപ്രായങ്ങളിലൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കടന്നു പോകുന്നത്. അതിനുശേഷം നമുക്കതിലെ ന്യായാന്യായങ്ങൾ പരിശോധിക്കാം. ആദ്യം സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വക്താവ് ആർ ശ്രീലേഖയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിച്ചിരുന്ന വനിതയുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോകുന്ന അഭിപ്രായമാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ എല്ലാ മാസവും ആർത്തവ അവധി പ്രഖ്യാപിച്ച സർക്കാർ നയം ശരിക്കും പെൺകുട്ടികളെ ശക്തരാക്കുമോ അതോ കൂടുതൽ അബലകളാക്കുമോ? ആർത്തവം സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനമാണ്. അതിൽ ചിലർക്ക് ചില വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. ചിലർക്ക് വളരെ സ്വാഭാവികമായും അനുഭവപ്പെടും. ആ സമയം വളരെ കഠിനമായ വേദനയുണ്ടായിരുന്ന ഞാൻ ഒരിക്കൽ പോലും ഈ കാരണം പറഞ്ഞ് സ്കൂളിലോ കോളേജിലോ പോകാതിരുന്നിട്ടില്ല. പരിശീലന സമയത്തെ കഠിനമായ വ്യായാമ മുറകളിൽ നിന്ന് ആ ദിവസങ്ങളിൽ ഞങ്ങൾ പെൺകുട്ടികൾ ഒരിക്കലും മാറി നിന്നിട്ടില്ല. തീരെ വയ്യാത്തപ്പോൾ മാത്രമാണ് അവധി എടുത്തിരുന്നത്. അതൊക്കെയാണ് സ്ത്രീകളുടെ ശക്തി. ഇപ്പോൾ മാസാമാസം ക്ലാസ്സിൽ പോകാതിരുന്നാൽ വീട്ടുകാരും വിദ്യാലയവും നാട്ടുകാരും ഒക്കെ അറിയും എപ്പോഴാണ് ഏതു കുട്ടിക്കാണ് ആർത്തവമെന്ന്. ഇതാണോ മെൻസ്ട്രുവൽ ഡിഗ്നിറ്റി? നാണക്കേടല്ലേ? ഇതുപോലുള്ള സൗജന്യങ്ങൾക്ക് പകരം എല്ലാ സ്കൂളിലും കോളേജിലും പെൺകുട്ടികൾക്ക് വൃത്തിയുള്ള ശൗചാലയങ്ങളും നാപ്കിൻ വൈൻഡിങ് മെഷീനുകളും നൽകാൻ ഏർപ്പാടാക്കിക്കൂടെ? അത്യാവശ്യമെങ്കിൽ സൗജന്യ വേതന സംഹാരി മരുന്നുകൾ വിദ്യാലയങ്ങളിൽ ലഭ്യമാക്കുകയും ചെയ്യാം. അതൊക്കെ എല്ലാ വനിതാ ടീച്ചറിനും സ്റ്റാഫിനും ഗുണകരമാവുകയും ചെയ്യും. ഈ പെൺകുട്ടിയും ഈ കാരണം പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയും പഠിക്കാൻ പോകാതെ 3 അല്ല 1 ദിവസം പോലും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സാധാരണ നിലയിൽ സമ്മതിക്കുന്ന മാതാപിതാക്കളും ഉണ്ടാവില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത്. ശ്രീലേഖ പറഞ്ഞ പോയിന്റുകൾ ഇവയാണ്: 1. ആർത്തവം സ്ത്രീകളുടെ അഭിമാനമാണ്. 2. പക്ഷേ അത് പരസ്യമായി പറയുന്നത് നാണക്കേടാണ്. 3. ഏത് കഠിനമായ ജോലിയും ആർത്തവ സമയത്തെ വേദനകൾക്കിടയിലും സ്ത്രീ ചെയ്യണം. 4. എപ്പോഴാണ് കുട്ടിക്ക് ആർത്തവം എന്ന് വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. 5. വേദനയൊക്കെയുള്ള കുട്ടികൾക്ക് വേദന സംഹാരി മരുന്ന് കൊടുത്ത് അത് സഹിപ്പിച്ചോളുക. ഇതാണ് അവർ പറയുന്നത്. എൻ്റെ സംശയം, ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ചുറ്റുപാടുള്ളവർ ഇതൊക്കെ അറിയില്ലേ? എന്താണ് മൂപ്പരുടെ മനസ്സിലിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ സംഗതി പഴയ പാരമ്പര്യവാദത്തിൻ്റെ ഒപ്പം നിർത്തി ഇത് നാണക്കേടാണ്, വീട്ടിൽ ആരും അറിയാതെ ഒതുക്കി തീർക്കേണ്ടതാണ് എന്ന മട്ടിലാണ് അവർ പറയുന്നത്. അതായത് ആർത്തവം അശുദ്ധിയാണ് എന്ന്. ഇനി മുസ്ലിം ലീഗ് നേതാവ് നുർബീന റഷീദിൻ്റെ കമൻറ്റാണ് ശ്രദ്ധേയമായ മറ്റൊന്ന്. ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത്, ആർത്തവ അവധി പ്രഖ്യാപിക്കുന്നത് പെൺകുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളോടുള്ള കരുതലായി കാണാം. എങ്കിലും അത് പ്രായോഗികമായി പെൺകുട്ടികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കും. സ്കൂളുകളിലും കോളേജുകളിലും ആർത്തവ അവധി ആവശ്യപ്പെടുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ആർത്തവ ദിവസങ്ങൾ പരസ്യമാകാൻ സാധ്യതയുണ്ട്. ഇത് പല കുട്ടികൾക്കും അനാവശ്യമായ മാനസിക അസ്വസ്ഥത ഉണ്ടാക്കും. അതിനാൽ പെൺകുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ ഇത്തരം നയങ്ങൾ നടപ്പാക്കാവൂ എന്നാണ് നൂർബീന റഷീദ് പറയുന്നത്. ഈ ആർത്തവം രഹസ്യമാക്കി വെക്കണം, അത് പുറത്തിറങ്ങിയാൽ ഭയങ്കര പ്രശ്നമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് സ്വകാര്യത സൂക്ഷിക്കണം. ഇപ്പോൾ ബാത്റൂമിൽ പോകുന്നത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ടാണല്ലോ. മൂത്രമൊഴിക്കണമെങ്കിൽ അത് സ്വകാര്യതയാണെന്ന് പറഞ്ഞ് മൂത്രമൊഴിക്കാൻ പോകുന്നത് ആരും അറിയാതെ ആ മൂത്രമൊഴിക്കുന്ന ആൾ അത് നാണക്കേടാണെന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മളൊരു സ്ഥലത്ത് പോയാൽ ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കില്ലേ? അതിലെന്തെങ്കിലും നാണക്കേടുണ്ടോ? അതൊരു ശാരീരിക ആവശ്യമാണ്. അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതാണിപ്പോൾ സർക്കാരും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആർത്തവം നേരിട്ട് അനുഭവിക്കാത്ത സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ളവരുടെ പരിഹാസം മറ്റൊരു ഭാഗത്തുണ്ട്. ആർത്തവ അശുദ്ധിവാദക്കാരായ പുരുഷ കേസരികളുടെ ഉള്ളിരിപ്പ് വ്യക്തമാക്കുന്നതാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലെ പരിഹാസങ്ങളെ നമ്പറിട്ട് തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം ഞാൻ പറയാം. 1. അങ്ങനെയെങ്കിൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ത്രീകളായ ടീച്ചർമാർക്കും അവധി കൊടുക്കണ്ടേ? ടീച്ചറും പെണ്ണല്ലേ, അതെന്താ അവരോടൊരു ചിറ്റമ്മ നയം?
അതെന്താ സർക്കാർ അവർക്ക് 3 ദിന അവധി മാസത്തിൽ കൊടുക്കാത്തത്? 2, മറ്റ് സർക്കാർ ജോലികളും പ്രൈവറ്റ് ജോലിയും ചെയ്യുന്ന സ്ത്രീകൾക്കും ആർത്തവം എല്ലാ മാസവും സംഭവിക്കുന്നുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കണം. അതിനാൽ തൊഴിലുറപ്പടക്കം ജോലി ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും ശമ്പളത്തോടെ 3 ദിവസത്തെ ഈ അവധി കൊടുക്കണം. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ആർത്തവം ഉണ്ടാകുന്നത്. 3 അടുക്കള പണിയെടുക്കുന്ന സ്ത്രീകൾക്കും ആർത്തവ ദിവസങ്ങളിൽ 3 ദിവസം അടുക്കള ജോലി ഭർത്താവ് ചെയ്യിപ്പിക്കരുത് എന്നൊരു ഓർഡർ കൂടി സർക്കാർ ഇടണം. അവരും വേദന അനുഭവിക്കുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? 4, ഒരേ മാസം തന്നെ 1-ൽ കൂടുതൽ ഒരു തരികിട കുട്ടി ആർത്തവ ലീവ് എടുത്താൽ എന്തു ചെയ്യും? ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഇവരുടെ മൊത്തം ആർത്തവ ദിവസങ്ങൾ ഒരു പാവം ടീച്ചർ എങ്ങനെ ഓർത്തു വെക്കും? ഈ വിഷയത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ? പുരുഷനായ മാഷാണെങ്കിൽ ഇങ്ങനെ മാസത്തിൽ 1-ൽ കൂടുതൽ ആർത്തവം ഉണ്ടായെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിനികൾ ബഹളം വെച്ച് ലീവ് എടുത്താൽ ആരോട് പോയി ചോദിക്കും? ഇതൊക്കെ വൻ പ്രശ്നമല്ലേ? ആർത്തവ അവധി എടുക്കുന്ന കുട്ടി 3 ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ? കിട്ടിയ ചാൻസിൽ 3 ദിവസം അടിച്ചു പൊളിക്കാൻ നടന്നാൽ ഈ അവധിയുടെ ഉദ്ദേശശുദ്ധി വെറുതെയാകില്ലേ? അതിനാൽ മകൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് രക്ഷിതാവിൻ്റെ സാക്ഷ്യപത്രമോ ക്ലാസ് ടീച്ചർ നേരിട്ട് വിളിച്ച് അന്വേഷിക്കുകയോ വേണം. ഈ അവധി ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുത്. ആർത്തവ സമയത്ത് കോളേജ് പരീക്ഷകൾ വന്നാൽ എന്ത് ചെയ്യും? PSC പരീക്ഷയൊക്കെ വന്നാൽ ഈ വേദനയും വെച്ച് പരീക്ഷ എഴുതുന്ന ബുദ്ധിമുട്ടല്ലേ? PSC എക്സാം ഈ ദിവസങ്ങളിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇത് വെച്ച് എങ്ങനെ യാത്ര ചെയ്യും എന്നാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ പരിഹാസം. സന്തോഷ് പണ്ഡിറ്റൊക്കെ ഒരു പനി വന്നു എന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് സിനിമക്ക് പോകുന്നുണ്ടാവുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ചെയ്തിട്ടുണ്ടാവുക? അദ്ദേഹത്തിന് ഒരു സിനിമയുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൂട്ടി വരുന്ന ക്രൂവിനെയും കൊണ്ട് ഒരു ലോഡ്ജ് അല്ലെങ്കിൽ ഒരു ഹാള് അനുവദിച്ചാൽ അദ്ദേഹം അവിടുന്ന് അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് എന്താണ് ഉറപ്പ്? ഇതൊക്കെ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് സർക്കാരുകൾക്ക് ഒരു കരുതൽ വേണം. അത് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്രമാത്രം ആർത്തവ കലാപം ഉണ്ടാക്കാൻ സന്തോഷ് പണ്ഡിറ്റിന് ഉള്ളിൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള സാഹചര്യം നിലവിലില്ല. ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പ്രാകൃത രീതികൾ പിന്തുടരുന്ന കാലത്ത് ഉണ്ടായ കാഴ്ചപ്പാട്. ചില പോയിന്റുകൾ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് നോക്കണം. 1, ആർത്തവ സമയത്ത് ആരാധനാലയത്തിൽ പോകാൻ പാടില്ല എന്ന അനാചാരം ഇവിടെയുണ്ട്. വീട്ടുകാർ മൊത്തം അമ്പലത്തിൽ പോകുമ്പോൾ ആർത്തവമുള്ള പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ ആ കൂട്ടത്തിലില്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ എന്താണ് വിചാരിക്കുക? ആ കുട്ടിക്ക് ആർത്തവമുള്ളത് കൊണ്ടല്ല, ഉറക്കം വന്നതുകൊണ്ടാണ് അമ്പലത്തിൽ പോകാത്തത്, വേറെന്തോ കാരണത്താലാണ് വരാത്തത്, അതുകൊണ്ട് നാണക്കേടില്ല. 2, ആർത്തവ സമയത്ത് പലർക്കും വയറുവേദന അടക്കമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ സംഭവിച്ച് മാസത്തിൽ ആ ദിവസങ്ങളിൽ അവധി എടുക്കുമ്പോൾ സ്കൂളിലും ജോലി സ്ഥലത്തുമൊക്കെ ആളുകൾ വിചാരിക്കുന്നത് ആ കുട്ടി അതുകൊണ്ടൊന്നും അല്ല കേട്ടോ വരാത്തത് എന്നാണ്, അതുകൊണ്ട് നാണക്കേട് ഉണ്ടാവില്ല. 3, ഇനിയൊരു സാനിറ്ററി നാപ്കിൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ മറ്റോ വാങ്ങിച്ച് പോകുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയല്ല കേട്ടോ, ഇത് വേറെ ആർക്കോ വേണ്ടിയാണ്, ആ കുട്ടി അത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന അവർക്ക് വേണ്ടിയല്ല, അതുകൊണ്ട് അവർക്ക് നാണക്കേട് ഉണ്ടാവരുത് എന്ന് ഇങ്ങനെ ഇവർ അപമാനിക്കപ്പെടുമെന്ന് തീരുമാനിച്ച ആർത്തവ സംബന്ധിയായ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉടനെ ഈ രീതിയിലാണോ ചിന്തിക്കുക? അല്ല, വേറൊന്നാണ് പറയുക. ഇതൊക്കെ രഹസ്യമായി ചെയ്യണ്ടേ? നാണക്കേടല്ലേ? ഇനി വല്ല ശാരീരിക അവശതയും വന്നാൽ പോലും ഇതൊന്നും ആളുകളോട് പറഞ്ഞു നടക്കാതെ ഒളിപ്പിച്ചു വെക്കണ്ടേ? കുറേ കഴിയുമ്പോൾ ദേഷ്യപ്പെടും, ചീത്ത പറയും, നാണക്കേടുണ്ടാക്കും. എനക്കും വരെ നാണക്കേടായില്ലേ എന്ന് സന്തോഷ് പണ്ഡിറ്റുമാർ അവരുടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കും. ആകപ്പാടെ ഈ ആർത്തവം തന്നെ ഒരു നാണക്കേടാണ് എന്ന പഴയ കാലത്തെ ഇപ്പോൾ പരസ്യമായിട്ടെങ്കിലും പറയാൻ ആളുകൾ മടിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിലിരിപ്പ് പുറത്തേക്കെടുത്ത് വെച്ച് പുറത്തേക്ക് വിടുന്ന ആളുകളായി ഇത്തരക്കാർ മാറും. ഒടുക്കം പറയും, പെണ്ണല്ലേ, ഇതൊക്കെ ഒരു കുറവാണ്, അതുകൊണ്ട് ആണുങ്ങൾ പറയുന്നത് കേട്ട് നടക്കണം എന്ന്, ജോലി ചെയ്യണം, പുറത്തു പോകണം എന്നൊന്നും വിചാരിച്ച് നടക്കണ്ട എന്ന് പറയുന്നത് ഭൂരിഭാഗവും സ്ത്രീകൾ തന്നെയായിരിക്കും. നമ്മളിപ്പോൾ ഈ 3 പേരിൽ 2 പേര് സ്ത്രീകളാണല്ലോ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. നീതി നിഷേധിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്നാണ് പുരുഷാധികാരം അവർക്കെതിരെ തന്നെയുള്ള കലാപത്തിന് ആളുകളെ ഇറക്കി വിടുക, അവരുടെ അനീതിയെക്കുറിച്ചുള്ള ചിന്തകളെ ഇല്ലാതാക്കാൻ. വീട്ടിലിരിക്കണം എന്നാരാണ് പറഞ്ഞത്? ആർത്തവം അശുദ്ധിയാണ് എന്ന് പറഞ്ഞ് വീട്ടിലിരുത്തിയിരുന്ന കാലത്ത് നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് വീട്ടിലിരുത്തിയത് അത് നാണക്കേടാണ് എന്നതിനപ്പുറത്ത് അശുദ്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ പരസ്യമായിട്ട് അശുദ്ധി എന്നുള്ളത് പറയാൻ മെനക്കെടുന്നില്ല. എന്നാൽ അതൊരു ശാരീരിക അവസ്ഥയാണ് എന്നും അത് ശരീരത്തിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പലർക്കും ആ ദിവസങ്ങളിൽ ദുരിതമാകുന്നു എന്നും തിരിച്ചറിയുകയാണ് സാമൂഹ്യ നേതൃത്വം. അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കരുത് എന്ന പുരോഗമന സമീപനമാണ് പുതിയ കാലം സ്വീകരിക്കുന്നത്. അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ആവശ്യമെങ്കിൽ 3 ദിവസം വരെ അവധിയെടുക്കാം എന്നാണ് പറയുന്നത്. അതിന് വീണ്ടും നാണക്കേടിൻ്റെ നുകത്തിൽ കെട്ടി അശുദ്ധിയുടെ ചാണകം തേച്ചുവിടാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത്. ആർ ശ്രീലേഖമാരും നുർബീന റഷീദുമാരും അവർക്കൊപ്പം അണിനിരക്കുന്ന സന്തോഷ് പണ്ഡിറ്റുമാരും ബുദ്ധിമുട്ടി സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന കാര്യമുണ്ട്. ഇത് നാണക്കേടാണ് എന്ന് പരസ്യമാക്കാൻ അവരെ കൊണ്ട് നിർബന്ധിക്കുകയാണ് എന്ന്. ഇപ്പോഴും ഇത് നാണക്കേടാകുന്നത് എങ്ങനെയാണ്? ആർത്തവ ഒരു ശാരീരിക അവസ്ഥയാണ്. ക്ഷീണം പോലെ, പനി പോലെ, മറ്റെന്തെങ്കിലും അസുഖം പോലെയൊന്നുമല്ല. എങ്കിലും സ്ഥിരമായി നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന ശാരീരിക അവസ്ഥ, അത് പുറത്തു പറയാൻ നാണക്കേട് വേണം എന്ന് നിങ്ങളൊക്കെ പറയുന്നത് എന്തിനാണ്? അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് സ്ത്രീകൾക്കൊരു സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഛേദം? ആദ്യം ആർത്തവം നാണക്കേട്
നാണക്കേടാണ് എന്ന അധമ ചിന്ത മനസ്സിൽ നിന്ന് കളയുക. എന്നിട്ട് വേണം സാമൂഹ്യ നേതൃത്വത്തിലൊക്കെ ഇരുന്ന് ഇമാതിരി ആർത്തവ കലാപം ഉണ്ടാക്കാൻ. ആർത്തവ നാണക്കേടുവാദികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിട. നന്ദി, നമസ്കാരം.